മെഷറബിൾ ഫങ്ഷൻസിൽ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു ക്ലാസ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് എ നോൺ എംപ്റ്റി സെറ്റ് ആണെന്ന് കരുതുക. ആൻഡ് ഇ എന്ന് പറയുന്നത് എന്താണ്? എ സബ്സെറ്റ് ഓഫ് എക്സ് ആണെന്ന് കരുതുക. എനി സബ്സെറ്റ്, എ സബ്സെറ്റ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷന് എപ്പോഴും നമ്മൾ എക്സിൻ്റെ ഒരു സബ്സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർബിട്രേറ്റ് ഒരു സബ്സെറ്റ് ഇ എടുത്തു. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷനെ നമ്മൾ കൈ ഇ എന്നാണ് ഡിനോട്ട് ചെയ്യുക. എന്താണ്? കൈ ഇ. ഇത് എക്സ് അല്ല, കൈ ഇ എന്ന് പറയുന്ന നൊട്ടേഷനാണ്. അതായത് ഇങ്ങനെ ഈ ഒരു ഫോമിൽ വന്നിട്ട് ഈ ഒരു രീതിയിലുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നൊട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കൈ ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if x belongs to E and 0 if x does not belongs to E. അപ്പോൾ ഈ രണ്ട് കേസസ് ആണ് നമ്മൾക്ക് വാല്യൂസ് ആയിട്ട് വരുന്നുള്ളൂ. രണ്ട് കേസസ് അല്ല, ഈ രണ്ട് വാല്യൂസ് മാത്രമേ ഫംഗ്ഷൻ എടുക്കുന്നുള്ളൂ. ആൻഡ് ആ ഫംഗ്ഷൻ വാല്യൂ 1 ആവുന്നത് എപ്പോഴാണ്? എക്സ് ബിലോങ്സ് ടു ഇ ആയിരിക്കുമ്പോൾ. ആൻഡ് ആ ഫംഗ്ഷൻ വാല്യൂ 0 ആവുന്നത് എപ്പോഴാണ്? വൺസ് മോർ, എക്സ് ബിലോങ്സ് ടു ഇ ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ 1 ആയിരിക്കും. എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇ ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ആ പോയിൻ്റ് എന്താണ്? ആ സെറ്റിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ സെറ്റ് ഇയിലുണ്ടെന്ന് പറയാം. ഫംഗ്ഷൻ വാല്യൂ 0 ആണെങ്കിൽ ആ പോയിൻ്റ് സെറ്റിലില്ലെന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് എക്സ് ഈസ് എ മെഷറബിൾ സ്പേസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ഇ ഉണ്ടല്ലോ, ഈ സെറ്റ് ബിലോങ്സ് ടു സിഗ്മ ആൾജിബ്ര ആണെങ്കിൽ, അതായത് ഈ സെറ്റ് മെഷറബിൾ സെറ്റാണെങ്കിൽ, ഈ മെഷറബിൾ സെറ്റാണെങ്കിൽ കൈ ഇ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഫങ്ഷനും മെഷറബിൾ ആയിരിക്കും. ഓക്കെ, സോ സെറ്റ് ഇ മെഷറബിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ കൈ ഇ മെഷറബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. അപ്പോൾ പ്രൂഫിൽ കുറച്ച് എഴുതിയതിൽ കുറച്ച് കറക്ഷൻ വരുന്നുണ്ട്. അത് ഞാൻ പറയുന്നതിന് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ let E belongs to x bar. We need to prove that the function f is measurable. Chi E is measurable, and it is measurable if and only if for each alpha in R the set of all x belongs to x such that chi E of x is greater than alpha belongs to x bar. അതായത് ഈ ഒരു സെറ്റ് മെഷറബിൾ ആണെങ്കിലാണ്, ഫോർ ഈച്ച് ആൽഫ ഈ ഒരു സെറ്റ് മെഷറബിൾ ആണെങ്കിലാണ് നമ്മൾക്ക് എന്തായിട്ട് വരുന്നത്? കൈ ഇ എന്ന് പറയുന്ന ഈ ഫങ്ഷൻ മെഷറബിൾ ആവുന്നത്. ഇപ്പോൾ നമ്മൾ 3 കേസസ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് ആൽഫ, നോട്ട് ചെയ്യണേ, ഇവിടെ കറക്ഷൻ ഉണ്ട്. ഇഫ് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഇതാണ് ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുന്നത്. സെക്കൻഡ് കേസിൽ ഇഫ് ആൽഫ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ലെസ് ദാൻ 1. ആൻഡ് തേർഡ് കേസിൽ നമ്മൾ ആൽഫ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0. അപ്പോൾ ഇങ്ങനെയാണ് 3 കേസസ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇഫ് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഞാനിതാ ഈ സെറ്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൈ ഇ ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫ ആയിട്ട്, അതായത് ആൽഫ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇങ്ങനെ ഏതെങ്കിലും പോയിൻ്റ് ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്?
ഏത് പോയിൻ്റ് എക്സ് എടുത്താലും ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് കൈ ഓഫ് എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ 0 ആണ് 1 ആണ് അല്ലെങ്കിൽ 1 ആണ്. 0യും 1ഉം അല്ലാതെ വേറെ ഒരു വാല്യൂവും 1നേക്കാളും വലുത് കൈ ഓഫ് എക്സ് ചൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾക്ക് എന്താണ് ഈ സെറ്റ് എന്തായിരിക്കും? എം ടി സെറ്റ് ആയിരിക്കും. ആൻഡ് എം ടി സെറ്റ് ഈസ് ഓൾവേസ് മെഷറബിൾ. അപ്പോൾ ഈ സെറ്റ് എന്താണ്? ഈ കേസിൽ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എന്താണ്? മെഷറബിൾ സെറ്റാണ്. ഇനി ഈ ഒരു കേസ് ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് കൈ ഇ ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫ. എപ്പോൾ മാത്രമേ ആവുന്നുള്ളൂ? കൈ ഇ ഓഫ് എക്സ് 1 ആവുമ്പോൾ മാത്രമേ ദിസ് വാല്യൂ ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫ ആവത്തുള്ളൂ. വെൻ ആൽഫ ലൈസ് ബിറ്റ്വീൻ 0 and 1. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ലെസ് ദാൻ 1 എന്ന് പറയുന്ന കേസിൽ ഈ സെറ്റിൽ എന്താണ്? കൈ ഇ ഓഫ് എക്സ് ഈക്വൽ ടു 1 വരുന്ന പോയിൻറ്റ്സ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് കൈ ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ആൻഡ് കൈ ഇ ഓഫ് എക്സ് ഈക്വൽ ടു 1 വരുന്നത് എപ്പോഴാണ്? എക്സ് ബിലോങ്സ് ടു ഇ ആകുമ്പോൾ. സോ ദിസ് സെറ്റ് ഈസ് ഇ. ആൻഡ് ഇ മെഷറബിൾ ആണെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ അത് പ്രകാരം നമ്മൾക്ക് എന്താണ്? ഇ ബിലോങ്സ് ടു എക്സ് ബാർ ആയിരിക്കും. ഓക്കെ. ആൻഡ് തേർഡ് കേസ്, ആൽഫ ലെസ് ദാൻ 0. ദെൻ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് കൈ ഇ ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. ഓക്കെ. ആൻഡ് ദിസ് കൺസിഡർ ദിസ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണെന്നല്ല, ഇവിടെ നമ്മൾ ഇതൊരു മിസ്റ്റേക്കാണ്. സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ കൈ ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫയായിട്ട് വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? കൈ ഓഫ് എക്സ് ഈക്വൽ ടു 0യും 1ഉം ആയാൽ എന്താണ്? ദിസ് ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫയാണ്. ആണല്ലോ. കാരണം എന്താണ്? ആൽഫ സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ദിസ് സെറ്റ് കണ്ടെയ്ൻസ് ഓൾ പോയിൻറ്റ്സ് എക്സ് ഇൻ എക്സ് സച്ച് ദാറ്റ് കൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 or 1. ആൻഡ് ഇതെന്തായിരിക്കും? ഈ സെറ്റ് എക്സ് ഹോൾ സെറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് ഇസ് എ മെഷറബിൾ സെറ്റ്. ദെർഫോർ ഈ കേസിൽ നമ്മൾക്ക് എന്താണ്? ഈ ഒരു സെറ്റ് മെഷറബിൾ ആണ്. അപ്പോൾ ഈ 3 കേസസിലായാലും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ സെറ്റ് മെഷറബിൾ ആയതുകൊണ്ട് ഫങ്ഷൻ കൈ ഇ ഈസ് മെഷറബിൾ. ഓക്കെ. ഇനി ഇവിടെ ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് എന്താണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്? കൈ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഫങ്ഷൻ മെഷറബിൾ ആണ്. എപ്പോൾ? ഈ സെറ്റ് ഇ മെഷറബിൾ ആണെങ്കിൽ. ഇനി തിരിച്ചൊരു ക്വസ്റ്റ്യൻ, കൈ ഇ മെഷറബിൾ ആണെങ്കിൽ ഇ എന്ന് പറയുന്ന സെറ്റ് മെഷറബിൾ ആയിരിക്കുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ കൈ ഇ മെഷറബിൾ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് such that chi e of x is strictly greater than alpha is always a measurable set for any alpha in R. ഈ സെറ്റ് മെഷറബിൾ സെറ്റാണ്. ആണല്ലോ. അപ്പോൾ ഞാൻ ആൽഫയായിട്ട് ആൽഫ എന്ത് ചൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആൽഫ സ്ട്രിക്ട്ലി ലെസ് ദാൻ 1ഉം ആൻഡ് ഗ്രേറ്റർ ദാൻ 0യും ആണെന്ന് കരുതുക. ഓക്കെ. ഇങ്ങനെ ഒരു ആൽഫ ഞാൻ ചൂസ് ചെയ്താൽ എന്താണ്? ദ സെറ്റ് അല്ലെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ഞാൻ ഒരു 1/2 എടുത്തു എന്നും കരുതുക. എന്തായിക്കോട്ടെ. ഇപ്പോൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് കൈ ഇ ഓഫ് എക്സ്, ഞാനിപ്പോൾ 1/2 വെച്ചിട്ട് പറയുന്നു. നമ്മൾക്ക് 1/2ന് പകരം ഇൻ ബിറ്റ്വീൻ 0 and 1 വരുന്ന ഏത് നമ്പറും എടുക്കാം. 0യും 1ഉം അല്ലാതെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഏത് നമ്പറും എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ കൈ ഇ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 എന്ന് വരും. ഈ സെറ്റ് എന്തിന് ഈക്വലാണ്? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് കൈ ഇ ഓഫ് എക്സ്. നമ്മൾക്കറിയാം കൈ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 ആയിട്ട് വരുന്ന ഫങ്ഷൻ വാല്യൂ ഏത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. സോ കൈ ഓഫ് എക്സ് ഈക്വൽ ടു 1 വരും. ആൻഡ് നമ്മൾക്കറിയാം എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് കൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 വരുന്നത് എപ്പോഴും മാത്രമാണ്? ആ പോയിൻറ്റ്സ് ഇയിലുള്ള പോയിൻറ്റ്സ് ആകുമ്പോഴാണ്. സോ ദിസ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇ. അപ്പോൾ ഈ സെറ്റ് മെഷറബിൾ ആയതുകൊണ്ടും ഈ ഒരു സെറ്റ് ഇക്ക് ഈക്വൽ ആയതുകൊണ്ടും
ഇയും എന്തായിരിക്കും മെഷറബിൾ ആയിരിക്കും. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ കൈ ഇ ഈസ് മെഷറബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് സെറ്റ് ഇ ഈസ് മെഷറബിൾ. ഞാനിവിടെ വൺ സൈഡേ പ്രൂവ് ചെയ്തിട്ടുള്ളൂ, കാരണം ടെക്സ്റ്റിൽ അങ്ങനെ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. ഈ ഒരു പ്രൂഫ് ഒന്ന് ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം. നമ്മൾ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പെറുക്കി എടുത്തിട്ട് പ്രൂവ് ചെയ്യാട്ടോ ചെയ്യുന്നത്. ഈ പെറുക്കി എന്നുള്ളത് നിങ്ങളുടെ അവിടെ യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല, മോശം വേർഡൊന്നുമല്ല. നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് എന്ന് അറിയത്തില്ല ആ ഒരു മീനിങ്ങിൽ. അപ്പോൾ ഇഫ് എക്സ് ഈസ് ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് എക്സ് ബാർ ഈസ് ദ ബോറൽ ആൾജിബ്ര. ഒന്നുമില്ല, നമ്മൾ ബോറൽ ആൾജിബ്ര ചൂസ് ചെയ്തു എന്ന് മാത്രം. ദെൻ എനി കണ്ടിന്യൂസ് ഫങ്ഷൻ എഫ് ഓൺ ആർ ടു ആർ ഈസ് ബോറൽ മെഷറബിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആറിൽ നിന്ന് ആറിലോട്ടുള്ള ഏതൊരു കണ്ടിന്യൂസ് ഫങ്ഷൻ എടുത്താലും അത് ബോറൽ മെഷറബിൾ ആയിരിക്കും എന്നാണ് ഫങ്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? എനി കണ്ടിന്യൂസ് ഫങ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ is Borel measurable. Okay, so suppose f from r to r is continuous, then inverse image of, നമുക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണ്? ഇൻവേഴ്സ് ഇമേജ് ഓഫ് എനി ഓപ്പൺ സെറ്റ്, അതായത് എക്സിൽ നിന്ന് വൈയിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരുന്നുവെങ്കിൽ വൈയിലുള്ള എല്ലാ ഓപ്പൺ സെറ്റ്സിൻ്റെയും ഇൻവേഴ്സ് ഇമേജ് എക്സിൽ ഓപ്പൺ ആണെങ്കിൽ എഫ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. വൈനെ ജനറേറ്റ് ചെയ്യുന്ന ബേസിസ് എടുത്തു കഴിഞ്ഞാൽ ആ ബേസിസ് എലമെൻറ്റിൻ്റെ ബേസിസ് എലമെൻറ്റ് എന്ന് എഴുതുക. അപ്പോൾ ഏത് ബേസിസ് എലമെൻറ്റ് എടുത്താലും ആ ബേസിസ് എലമെൻറ്റിൻ്റെ എല്ലാം ഇൻവേഴ്സ് ഇമേജ് എക്സിൽ ഓപ്പൺ ആണെങ്കിലും എഫ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ആറ് ഇവിടെ പ്രത്യേകിച്ച് ടോപ്പോളജി ഒന്നും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നമ്മളിവിടെ എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിയാണ് ഇവിടെ ചൂസ് ചെയ്യുക ആറിൽ. അപ്പോൾ ഇവിടെ ബേസിസ് എലമെൻ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഓപ്പൺ ഇൻ്റർവെൽസ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്ത് പറഞ്ഞാൽ അത് ഇക്വലൻ്റ് ആയിട്ട് ആറിലുള്ള എല്ലാ ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെയും ഇൻവേഴ്സ് ഇമേജ് എക്സിൽ ഓപ്പൺ ആയിരിക്കും എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ, അല്ലേ? അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ആറിലുള്ള എല്ലാ ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെയും ഇൻവേഴ്സ് ഇമേജ് എക്സിൽ ഓപ്പൺ ആയിരിക്കും, അല്ലേ? സോ നമ്മൾക്ക് എന്താണ്? ഇൻവേഴ്സ് ഇമേജ് ഓഫ് എനി ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി എ ഈസ് ഓപ്പൺ ഇൻ ആർ എന്ന് കിട്ടും, അല്ലേ? ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് എനി ഓപ്പൺ ഇൻ്റർവെൽ ഇൻ ദ ഫോം മൈനസ് ഇൻഫിനിറ്റി എ ഈസ് ഓപ്പൺ ഇൻ ആർ എന്ന് കിട്ടും. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എ എന്ന് പറയുന്നത് ഓപ്പൺ ആണെന്ന്, അല്ലേ? അപ്പം നമ്മൾക്കറിയാം ഇതെന്താണ്? ആറിലുള്ളൊരു ഓപ്പൺ സെറ്റാണ്. അപ്പോൾ ആറിനെ നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ബേസിസ് ഏതാണ്? ഓപ്പൺ ഇൻ്റർവെൽസ് കളക്ഷൻ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഏതൊരു സെറ്റിനെയും നമ്മൾക്ക് ഈ ബേസിസ് എലമെൻറ്റ്സിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എനെ നമ്മൾക്ക് ഓപ്പൺ ആറിൽ ഓപ്പൺ ആയതുകൊണ്ട് വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ദ യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ്, യൂണിയൻ ഓഫ് എ സീക്വൻസ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ്. This set is open in R and hence it is the union of a sequence of open intervals. Okay, ഇനി ഈ ബോറൽ ആൾജിബ്ര എന്ന് പറയുന്നത് എന്താണ്? ഈ ഓപ്പൺ ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ആൾജിബ്രയാണ്, അല്ലേ? അപ്പോൾ ഈ ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ എവിടെ ഉണ്ടായിരിക്കും? ഈ ഒരു സിഗ്മ ആൾജിബ്ര, അതായത് ബോറൽ ആൾജിബ്ര ബിയിലുണ്ടായിരിക്കും, അല്ലേ? സോ അതുകൊണ്ട് ഈ യൂണിയനും എവിടെ ഉണ്ടായിരിക്കും? ഈ ഒരു ബോറൽ ആൾജിബ്രയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്? ഫോർ ഈച്ച് ഓപ്പൺ ഇൻ്റർവെൽസ് ഇൻ ദിസ് ഫോം എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എ മെഷറബിൾ ആയതുകൊണ്ട്, ആ സെറ്റ് മെഷറബിൾ ആയെന്ന് കിട്ടില്ല, ഓപ്പൺ ആയിരിക്കും എന്ന് പറഞ്ഞു പോയോ എന്തോ, ആ ഒരു സെറ്റ് ബോറൽ ആൾജിബ്രയിൽ ഉണ്ടായിരിക്കും യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് ആയതുകൊണ്ട്. ആൻഡ് ഹെൻസ് എഫ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എ എന്ന് പറയുന്നത് മെഷറബിൾ സെറ്റായിരിക്കും. ബോറൽ സെറ്റ് എന്നാണെന്ന് തോന്നുന്നു നമ്മൾ അതിനെ നെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബോറൽ മെഷറബിൾ സെറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻവേഴ്സ് ഇമേജ്
മെഷറബിൾ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, എഫ് മെഷറബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയാം. കാരണം എന്താണ്, നമ്മൾ സാറിന് എന്താണ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് എന്തിന് ഈക്വൽ ആണ്, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ, ഇതിന് ഈക്വൽ അല്ലേ. അപ്പോൾ ഇത് ബോറൽ മെഷറബിൾ ആണ്. ഫോർ ഈച്ച് എ ഇൻ ആർ ഇത് സെറ്റ് ബോറൽ മെഷറബിൾ ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ദ ഫംഗ്ഷൻ എഫ് ഈസ് മെഷറബിൾ. അപ്പോൾ എനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് എ ബോറൽ മെഷറബിൾ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ്. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ മെഷറബിൾ ആവുന്ന കേസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ഈസ് മെഷറബിൾ എന്ന് പറഞ്ഞു. ആൻഡ് എപ്പോഴാണ്, ബോറൽ മെഷർ ചൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ എന്താണ്, ബോറൽ ഓൾജിബ്ര ചൂസ് ചെയ്യുന്ന സമയത്താണ് അത് പറഞ്ഞത്. പിന്നെ ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ ബോറൽ ഓൾജിബ്ര ഫിക്സ് ചെയ്യുമ്പോൾ എനി മൊണോട്ടോൺ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ഈസ് ബോറൽ മെഷറബിൾ എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ്, എനി മൊണോട്ടോൺ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ റിയൽ നമ്പർ സിസ്റ്റം ഈസ് ബോറൽ മെഷറബിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇൻക്രീസിങ് ഫംഗ്ഷനാണ് പ്രൂവ് ചെയ്യുക. സോ സിമിലർ സ്റ്റെപ്സ് യൂസ് ചെയ്ത് നമുക്കിതന്നെ എന്താണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് മൂവ് ചെയ്യുന്നതാണ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ അതേ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്താണ്, ഡിക്രീസിങ് ഫംഗ്ഷനും മെഷറബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്മളിപ്പം മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ മെഷറബിൾ ആണ്, ബോറൽ മെഷറബിൾ ഫംഗ്ഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 കേസസ് ആയിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് കേസിൽ നമ്മൾ എഫ് ഓഫ് എക്സ് വെയിറ്റ്, ഇപ്പോൾ ഈ മൊണോട്ടോൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഫംഗ്ഷൻ എന്നേ മീനിങ് ഉള്ളൂ, കണ്ടിന്യൂസ് ആവണമെന്നില്ല. ഇപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ, അതൊരു മൊണോട്ടോൺ ഫംഗ്ഷനാണ്. അല്ലെങ്കിൽ ചിലതെന്താണ്, ഇതിങ്ങനെ പോയിട്ട് ഒരു സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ മൂവ്, രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ വരുന്ന കേസസ് ഉണ്ട് മൊണോട്ടോൺ ഫംഗ്ഷൻ. മൊണോട്ടോൺ ഫംഗ്ഷൻ എന്താണ്, വാല്യൂസ് ഒന്നുകിൽ അവിടെ തന്നെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും, ഒരിക്കലും റിട്ടേൺ അടിച്ച് ഡിക്രീസ് ചെയ്ത് വരത്തില്ല. അപ്പോൾ ഇതാണ് ഈ ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനിത് 3 കേസസ് ആയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആൽഫ ബിലോങ്സ് ടു ആർ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾക്കിപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ബോറൽ മെഷറബിൾ സെറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് 3 കേസസ് എടുത്തിട്ടാണ്. ഇപ്പം ഞാൻ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിൽ നോക്കിക്കേ, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ വേണ്ട. ഇപ്പം ഞാൻ എന്താണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എടുത്തു. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണല്ലോ. ഞാൻ ഈ ആൽഫ എന്ന് പറയുന്നത് 1 എടുത്തു എന്ന് കരുതുക. ആൻഡ് 0 മാപ്പ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫയായിട്ട് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് വരുന്ന ഏതെങ്കിലും എക്സ് ഉണ്ടോ? ഇല്ലല്ലോ. ആൻഡ് അങ്ങനെ നമുക്കൊരു 3-4 കേസസ് കിട്ടും. നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും എന്താണ്, ഇങ്ങനെ ഈ ഒരു നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സെറ്റ് എന്താവണമെന്നില്ല, എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല, എംപ്റ്റി സെറ്റ് ആവുന്ന കേസസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ 3 കേസസ് ആയിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ ഈ ആൽഫ ബിലോങ്സ് ടു ആർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ ആണെന്ന് കരുതുക. ഓക്കെ, അതായത് ഞാനിപ്പോൾ നേരത്തെ ആൽഫ ഈക്വൽ ടു 1ഉം എഫ് എസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നു എടുത്തത്. ഞാൻ ആൽഫ ഈക്വൽ ടു 1 ചൂസ് ചെയ്തതിന് പകരം ആൽഫ ഇസ് ഈക്വൽ ടു -1 ആയിരുന്നു ചൂസ് ചെയ്തിരുന്നെങ്കിൽ എല്ലാ റിയൽ നമ്പേഴ്സിനെയും ഫംഗ്ഷൻ 0 മാപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താണ്, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ദ ഹോൾ സെറ്റ് റിയൽ നമ്പേഴ്സ് വരും അല്ലേ. കാരണം എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ ആണ് ആൻഡ് 0 ഗ്രേറ്റർ ദാൻ -1 ആണ്. അപ്പോൾ ഈ സെറ്റ് എന്തായി തീർന്നു, ദ ഹോൾ സെറ്റ് ആറായി തീർന്നു അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കേസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ സപ്പോസ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ ആണെന്ന് കരുതുക.
അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയൽ നമ്പർ സെറ്റ് ആയിരിക്കും. ദിസ് ബിലോങ്സ് ടു ദ ബോറൽ ആൾജിബ്രയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ കേസിൽ ഈ സെറ്റ് എന്താണ്? മെഷറബിൾ ആണ്. ഇനി സെക്കൻഡ് കേസ് നോക്കാം. സപ്പോസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഫോർ ഓൾ എക്സ് ഇൻ ആർ ആണെന്ന് കരുതുക. എന്താണ് ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത്? ആറിലുള്ള എല്ലാ പോയിൻറ്റ്സിനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണെന്ന് കരുതുക. അതായത് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്തിരുന്ന കേസ്. അപ്പോൾ ആ കേസ് ആവുന്നത് നമുക്ക് എന്താണ്? ഈ ഒരു സെറ്റ് എന്തായിരിക്കും? എം ടി സെറ്റ് ആയിരിക്കും. കാരണം എന്താണ്? ഗ്രേറ്റർ ദാൻ ആൽഫയായിട്ട് വരുന്ന ഒരു പോയിന്റ് പോലും ഇല്ല. സോ ദിസ് ഇസ് എൻ എം ടി സെറ്റ് ആൻഡ് എം ടി സെറ്റ് മെഷറബിൾ ആയതുകൊണ്ട് ഈ കേസിൽ നമ്മൾക്ക് എന്താണ്? ഈ ഒരു സെറ്റ് മെഷറബിൾ ആണ്. ഇനി തേർഡ് കേസ്. സപ്പോസ് ദർ ആർ പോയിൻറ്റ്സ് x1 x2 ഇൻ ആർ വിത്ത് എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആൻഡ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഓക്കെ, ഇങ്ങനെ രണ്ട് കേസിലും രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ് ആറിലുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ, എന്താണ്? ഇഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ, ദെൻ എന്താണ് നമ്മൾക്ക്? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ ഫങ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ആവുന്നതെന്ന് പറഞ്ഞത്? എക്സ് if x1 less than or equal to x2 implies f of x1 less than or equal to f of x2. ഇതാണ് എക്സാക്റ്റ് ഡെഫിനിഷൻ. ഞാൻ നേരത്തെ ഗ്രാഫ് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയതുകൊണ്ട് x1 less than or equal to x2 implies f of x1 less than or equal to f of x2 ആയിരിക്കും. അതുപോലെ തന്നെ f of x1 less than or equal to f of x2 ആയിരുന്നെങ്കിൽ x1 less than or equal to x2 ആയിരിക്കും അല്ലേ? ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ടാണ് വരിക ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾക്ക് എന്താണ്? എഫ് ഓഫ് എക്സ് വൺ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫയും ആൽഫ സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടുവുമായിട്ട് വരുന്ന പോയിൻറ്റ്സ് എക്സ് വണ്ണും എക്സ് ടു ഉണ്ടെന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ ആൻഡ് നമ്മൾക്ക് എന്താണ്? ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ എന്ന് ഉണ്ടല്ലോ ഈ അസ്യൂം ചെയ്തിരിക്കുന്ന പ്രകാരം. അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എന്ത് കിട്ടും നമ്മൾക്ക്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് വൺ എന്ന് കിട്ടും. ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല, എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എക്സ് വൺ എന്ന് കിട്ടും അല്ലേ? കാരണം എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് വൺ ആണ്. അതുകൊണ്ട് എക്സ് ഒരിക്കലും എക്സ് വണ്ണിന് ഈക്വൽ ആയിരിക്കില്ല ആൻഡ് ഗ്രേറ്ററും ആയിരിക്കും ഫങ്ഷൻ ഇൻക്രീസിങ് ആയതുകൊണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സും എക്സ് വണ്ണിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും അല്ലേ? ഇഫ് എക്സ് ബിലോങ്സ് ടു ദിസ് സെറ്റ് ആണെങ്കിൽ എക്സ് എന്തായാലും ഗ്രേറ്റർ ദാൻ എക്സ് വൺ ആയിരിക്കും ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട്. അതായത് ഈ സെറ്റ് ബൗണ്ടഡ് ബിലോ ആണല്ലോ. ഈ ഒരു സെറ്റ് എന്താണ്? വിച്ച് ഈസ് ബൗണ്ടഡ് ബിലോ ആണ്. അപ്പോൾ ബൗണ്ടഡ് ബിലോ ആയതുകൊണ്ട് തന്നെ റിയൽ നമ്പർ സിസ്റ്റത്തിലാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിനെന്താണ്? ഇൻഫിം എക്സിസ്റ്റ് ചെയ്യും. ഈ സെറ്റിന് ഇൻഫിം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ സെറ്റിൻ്റെ ഇൻഫിമത്തിനെ എക്സ് നോട്ട് എന്ന് ഡിനോട്ട് ചെയ്തു. ലെറ്റ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് ദ സെറ്റ് എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇൻഫിമ എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞു, കാരണം ബൗണ്ടഡ് ബിലോ ആയതുകൊണ്ട്. ആൻഡ് ആ ഇൻഫിമത്തിന് എക്സ് നോട്ട് എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇനി നോക്കുക. ദെൻ ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് നോട്ട്, ഇൻഫിം ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻഫിം ആയതുകൊണ്ട് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് നോട്ട് എക്സ് എവിടെ ഉണ്ടായിരിക്കും? നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ സെറ്റിലുണ്ടായിരിക്കും അല്ലേ? ആൻഡ് ആ സെറ്റിൽ വരുന്ന എലമെൻസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ആ എലമെൻസിൻ്റെ ഇമേജ് ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കും. സോ ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കും അല്ലേ? ആൻഡ് ദർഫോർ നമ്മൾക്ക് എന്ത് പറയാം? ഫങ്ഷൻ ഇൻക്രീസിങ് ആയതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് നോട്ട് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ടും ആണ്. അപ്പോൾ പിന്നെ എന്താണ് പോസിബിലിറ്റി ഉള്ളത്? എഫ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആയിരിക്കും
അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് നോട്ട് ആവുന്നൊരു എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ടാണ്. ആൻഡ് എഫ് ഓഫ് എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫയാണ്. സോ നമ്മൾക്ക് എന്താണ് എഫ് ഓഫ് എക്സ് നോട്ട് ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആയിരിക്കും. അപ്പോൾ ഈ എന്താണ്, ഒന്നുകിൽ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ ഈക്വൽ ടു ആൽഫ ആവാനുള്ള കേസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കേസസ് വരുന്നുണ്ട്. അതിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് നോട്ട് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഈ സെറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് നോട്ട് ഉണ്ടായിരിക്കും, അല്ലേ? ആൻഡ് ഈ ഒരു സെറ്റ് എന്താണ്? ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എക്സ് നോട്ട് ഇൻഫിനിറ്റി. ആൻഡ് ഇതെന്താണ്? ബോറൽ മെഷറബിൾ ആണെന്ന് നമ്മൾക്കറിയാം, അല്ലേ? സോ എന്താണ് ഈ കേസിൽ, ഈ തേർഡ് കേസിൽ തന്നെ എഫ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ ഈ ഒരു സെറ്റ് എന്താണ്? മെഷറബിൾ ആണെന്ന് കിട്ടി. ഇനി സെക്കൻഡ് കേസ് നോക്കിക്കേ. ഇഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ആൽഫ ആണെന്ന് കരുതുക. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് പറയുന്ന ഈ സെറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എക്സ് നോട്ടിന് ഈക്വൽ ആയിരിക്കും, അല്ലേ? കാരണം എന്താണ്, ഇവിടെ നമ്മൾക്ക് വാല്യൂ ആൽഫ എടുക്കുന്നില്ല, അല്ലേ? എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ആയിട്ടുള്ള എക്സുകൾ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളൂ. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ആൽഫ ആയതുകൊണ്ട് എക്സ് നോട്ട് ഇവിടെ ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ എക്സ് നോട്ടിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഇവിടെ ഉണ്ടായിരിക്കും, ഈ ഒരു കളക്ഷനിലുണ്ടായിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഓപ്പൺ എക്സ് നോട്ട് ഇൻഫിനിറ്റി. ആൻഡ് ഇതും എന്താണ്? ബോറൽ മെഷറബിൾ ആണ്. ഇപ്പോൾ രണ്ട് കേസിലായാലും നമ്മൾക്ക് എന്താണ്, നമ്മളുടെ ഈ ഒരു സെറ്റ് എന്താണ്? ബോറൽ മെഷറബിൾ ആണ്. ഇൻ ടോട്ടൽ നമ്മൾക്ക് 3 കേസസ് വരുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ കേസിൽ തന്നെ 2 കേസസ് വരുന്നുണ്ട്. അപ്പോൾ ഇൻ ടോട്ടൽ നമ്മൾക്ക് എന്താണ്, നമ്മളുടെ ആ ഒരു സെറ്റ് മെഷറബിൾ ആണെന്ന് കിട്ടുന്നുണ്ട്. സോ ദ ഫങ്ഷൻ എഫ് ഈസ് മെഷറബിൾ. Hence any monotone increasing function is measurable. Similarly, any monotone decreasing function is also measurable. Okay.